സോ ഇനി അറിയാൻ വന്നത് ക്ലാസ് റൂം ഓഫ് അലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫേവറേറ്റഡ് ആയിട്ടുള്ള ഒരു സീരീസ് ആണ്. സോ പേര് പറഞ്ഞതുപോലെ തന്നെ ഈ ആനിമെ പോകുന്നത് ഒരു ക്ലാസ് റൂം ബേസ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയിലാണ്. സോ ഈ നമ്മുടെ മെയിൻ ക്യാരക്ടർ ആയിട്ടുള്ള അയണോ കോജി മോനെ എന്തോ സിഗ്മ ക്യാരക്ടറാണ് മോനെ. പുള്ളിക്കാരൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി, വേറെ ഒരുത്തൻ്റെ കാര്യം നോക്കത്തില്ല എന്നുള്ളൊരു സ്കീമിലിരിക്കുന്ന ഒരു മെയിൻ ക്യാരക്ടറാണ് നമ്മുടെ അയണോ കോജി. സോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതിൻ്റെ അതിലെ മെയിൻ ക്യാരക്ടറിനെ ഇഷ്ടപ്പെടും, കാരണം അതുപോക്ക് കിടിലനായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. സോ ഈ സീരീസിൻ്റെ സ്റ്റോറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇവർ പഠിക്കുന്ന ഈ സ്കൂളിൽ 4 ഡിവിഷൻസ് ഉണ്ട്. ABCD എന്ന് പറഞ്ഞ 4 ഡിവിഷൻസ്. നമ്മുടെ മെയിൻ ക്യാരക്ടർ പഠിക്കുന്നത് 4ാമത്തെ ഡിവിഷനായിട്ടുള്ള D ഡിവിഷനിലാണ്. സോ നമ്മുടെ മെയിൻ ക്യാരക്ടറിൻ്റെ ഡ്രീം എന്ന് പറയുന്നത് A ഡിവിഷനിൽ വരാൻ വേണ്ടിയാണ്. സോ ഈ A ഡിവിഷനിൽ വരാൻ വേണ്ടി ഒരുപാടധികം ചാലഞ്ചാണ്, കാരണം ബാക്കിയുള്ള ക്ലാസ്സിലുള്ള ബാക്കിയുള്ളവരെ എല്ലാവരെയും നമ്മൾ അടിച്ച് ബീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് മീൻസ് A ഡിവിഷനുള്ള ക്ലാസ്സിലോട്ട് വരാൻ സാധിക്കത്തുള്ളൂ. സോ ഇവർക്ക് ഈ A ഡിവിഷനുള്ള ക്ലാസ്സിലോട്ട് വരുന്ന സമയത്ത് ഇവർക്ക് പോയിൻറ്റ്സ് കിട്ടും. സോ ഈ പോയിൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്താണ് ഇവർ ഓരോ കാര്യങ്ങളൊക്കെ മേടിക്കുന്നത്. സോ ഇതാണ് ഈ സീരീസിൻ്റെ മെയിൻ പ്ലോട്ട്. സോ ഇതിനകത്ത് ആനിമേഷനൊക്കെ നല്ല കിടിലായിട്ട് തന്നെയാണ് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ സീരീസിനകത്ത് ഒരുപാടധികം ഫൈറ്റ് സീൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവർക്ക് ഓരോരോ ക്ലാസ്സിൽ ഇപ്പം D കാരൻ ആദ്യം A, B കാരന് B കയറിയിട്ട് വേണം C കയറാൻ, എന്നിട്ട് വേണം അവർ A കയറാൻ, അങ്ങനത്തെ ഒരു രീതിയിലാണ് ഈ സീരീസ് പോകുന്നത്. സോ അന്നേരം തന്നെ ഇവർക്ക് ഒരുപാട് പേരെ ബീറ്റ് ചെയ്താൽ മാത്രമേ ഇവർക്ക് പോകാൻ സാധിക്കത്തുള്ളൂ. ഇങ്ങനെ അപ്ഗ്രേഡ് ആയിട്ട് വേറെ ക്ലാസ്സിൽ കയറാൻ സാധിക്കത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് പേരെ ഇവർക്ക് തോപ്പിക്കണം. സോ അതുകൊണ്ട് തന്നെ ഒരുപാടധികം ഫൈറ്റ് സീൻസ് ഉണ്ട് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതൊക്കെ നല്ല കിടിലായിട്ടാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ആനിമേഷനൊക്കെ നൈസായിട്ട് തന്നെയാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. സോ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഓടിപ്പോയി കണ്ടോ ഈ ക്ലാസ് റൂം ഓഫ് അലൈറ്റ്സ് എന്ന് പറഞ്ഞ ഈ സീരീസ്. നല്ല കിടിലനായിട്ടുള്ള ഒരു സീരീസ് തന്നെയാണ്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്തോ, അതുപോലെ വീഡിയോക്ക് ലൈക്ക് തന്നോ. സോ അടുത്ത ദിവസം അടുത്തൊരു എപ്പിസോഡായിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ.